ഹായ് ഹലോ നമസ്കാരം ഗൈസ്. കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്, കുറച്ച് തിരക്കായിപ്പോയി. നമ്മുടെ പേജിലോട്ട് തന്നെയുള്ള കുറച്ച് പരിപാടിയുടെ ഭാഗമായിട്ട് കുറച്ച് തിരക്കായിപ്പോയി. പക്ഷെ എന്നാലും ഞാൻ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും ലൈവൊക്കെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ കാണാറുണ്ടായിരുന്നു. സോ എനിക്ക് 4 ആൾക്കാരെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ആദ്യം നമുക്ക് നെവിനെ പറ്റിയിട്ട് തന്നെ സംസാരിക്കാം. നെവിനെ ഞാൻ ആക്ച്വലി അഭിഷേകിന്റെ വീഡിയോസിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും ആളെ നേരിട്ട് കണ്ടതും പരിചയപ്പെട്ടതും ഒക്കെ ബിഗ് ബോസിന് പോകുന്നതിന്റെ തലേ ദിവസമാണ്. ഓക്കെ, അപ്പോ ലൈക്ക് കണ്ടു, സംസാരിച്ചു, ഞാനൊരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുത്തു. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ടു അഭിഷേക്, ഈ ഒരു വ്യക്തിത്വത്തിനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതിന്, പരിചയപ്പെടാൻ പറ്റത്തില്ല. നെവിൻ എന്ന് പറയുന്ന വ്യക്തി എന്താ പറയാ, ഭയങ്കര ജില്ലാണ്. എന്റെ അടുത്ത് കുറച്ചു നേരം, ഒരു ഹാഫ് ആൻ അവർ എന്റെ അടുത്ത് സ്പെൻഡ് ചെയ്ത് സംസാരിച്ച് ഞങ്ങളുടെ കൂടെ ജില്ലായിട്ട് നിന്ന അതേ വ്യക്തിത്വം തന്നെയാണ് ബിഗ് ബോസിന്റെ ഉള്ളിലും. ആദ്യത്തെ 2 ദിവസമൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇവനെന്തോ ഒന്നും ചെയ്യാത്ത, എങ്ങനെ ഡാൻസ് കളിച്ച് നടക്കണം എന്താന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു ആൾ ഒബ്സർവിംഗ് ആയിരിക്കുന്നു. അപ്പം എനിക്ക് പേഴ്സണലി ലൈക്ക് അനീഷ് എന്ന് പറയുന്നത് ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ട് അവിടെ പോകുന്നുണ്ടെങ്കിൽ, ഇപ്പുറത്ത് നെവിൻ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര എന്റർടൈനിങ് വ്യക്തിയായിട്ടാണ് പോകുന്നത്. വേ ഓഫ് ഹിസ് ടോക്ക് ആൻഡ് ഡാൻസ് വൈസ് ആണെങ്കിലും യുനോ ആ ഒരു എവിക്ഷന്റെ ടൈമിൽ പറയില്ല, ഞാൻ പുറത്തു പോയാൽ ശരിയാവില്ല, ഇവരുടെ സമനില തെറ്റും. അപ്പൊ എല്ലാവരെയും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് നെവിൻ എന്റെ ഉള്ളില്. അതുപോലെ തന്നെ യുനോ ബിഗ് ബോസിന്റെ ഉള്ളിലെ മീശമാധവൻ, രാത്രി സമയത്ത് ഫുഡ് ആൾക്കൊരു വീക്ക്നെസ് തന്നെയാണ്. ആളുടെ ഫേവറേറ്റും ആണ് ഈ മന്തി എന്ന് പറയുന്നത്, കുഴിമന്തി എന്ന് പറയുന്നത്. ആള് ഭയങ്കര ജിൽജിലായിട്ട് ചിരിച്ചു കളിച്ച് അത്രയും എനർജറ്റിക് ആയിട്ട് നിന്നിരുന്ന വ്യക്തി. ഞാനും പെട്ടെന്ന് ഭയങ്കര ഫീൽ ആയിപ്പോയി ആ ഒരു സ്റ്റോറി ടൈമില്. പുള്ളി കരഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പുള്ളി പെട്ടെന്ന് ഇമോഷണൽ ആയപ്പോൾ, പുള്ളിയുടെ ഒരു ലൈഫിനെ പറ്റി സംസാരിച്ചപ്പോൾ അതിനകത്ത് 100% ഞാൻ യോജിക്കുന്ന വളരെ ഒരു നഗ്നമായ സത്യം ആണ് പറഞ്ഞത്. ജനിപ്പിച്ചുകൊണ്ട് അച്ഛനും അമ്മയും ആവണമെന്നില്ല എന്നുള്ളത് പലരുടെ ജീവിതത്തിലും അത് വളരെ സ്പഷ്ടമാണ്. പലർക്കും ആ ഒരു വേർഡ് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ആ ഒരു ടോക്ക് ആള് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയതെന്നും, ആളൊരു ഡിസേർവിംഗ് ബി മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് എനിക്ക് ഇതുവരെയുള്ള ഗെയിമിൽ ഫീൽ ചെയ്തത്. ആൻഡ് യുനോ ആളുടെ ഒരു സംസാരത്തിൽ, എനിക്കുമാണെങ്കിലും പേഴ്സണലി ആളുടെ ഒരു സംസാരത്തിൽ ഒരു ഇമോഷൻലെസ് ആയിട്ടാണ് തോന്നിയിരുന്നത് ഇതുവരെ. എല്ലാം കല്ലി വല്ലി എന്നുള്ള രീതിയിലാണ് തോന്നിയിരുന്നത്. പക്ഷെ സ്റ്റോറി ടൈമിൽ നെവിൻ പറയുന്നുണ്ട്, എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല, കാരണം എങ്ങനെയാന്ന് അറിയില്ല. അപ്പൊ എനിക്ക് പെട്ടെന്നൊരു ഫിലിമാണ് സുരാജ് വെഞ്ഞാറമൂടിന്റെ ലൈക്ക് യുനോ എന്താണ് ഒരു ഫിലിം ഉണ്ട്, കുറച്ച് ഒരു സൈക്കോ പോലത്തെ ക്യാരക്ടർ ആവുന്നത്. എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ഈഡിയോ അങ്ങനെ എന്തോ ഒരു സംഭവം. നിങ്ങൾ പറയുന്നുണ്ടല്ലോ സ്നേഹത്തോടെ സംസാരിക്കുന്നില്ല എന്ന്, അതിന് എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല എന്നൊരു കണ്ടന്റ്, ഒരു ഡയലോഗ് നമ്മുടെ സുരാജ് ചേട്ടൻ പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് എനിക്ക് നെവിന്റെ ഭാഗത്ത് നെവിൻ പറയുന്നത്, എനിക്കറിയില്ല, എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. കാരണം പെട്ടെന്ന് അച്ഛന്റെ ഒരു ഇത്, പിന്നെ അമ്മയ്ക്ക് പോകേണ്ട വന്നതും ഓർഫനേജിൽ പോകേണ്ട വന്നതും എല്ലാമായിട്ട് ആൾക്കൊരു എന്നാലും ഐ എം സോ ഹാപ്പി, ലൈക്ക് നെവിനെ പോലത്തെ ഒരു ഫ്രണ്ട് എനിക്കുള്ളതിൽ ഐ എം പ്രൗഡ്. ആൻഡ് എന്താ പറയാ, ആളെ എക്സാക്ട്ലി ഒരു ബി മെറ്റീരിയൽ തന്നെയാണ് അവിടെ. ഇപ്പോൾ ഇതുവരേക്കും ആള് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു തരംഗം, സംതിങ് നോട്ടീസിങ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് ആള് മാറി. ആളുടെ വേ ഓഫ് ടോക്ക് ആൻഡ് ആളുടെ ലൈഫിൽ ആൾക്ക് പറ്റിയ സംഭവങ്ങള്, അത് കഴിഞ്ഞിട്ട് ആള് ഇവിടെ ഇപ്പോൾ കറന്റ്ലി നിൽക്കുന്ന ഒരു പൊസിഷൻ എല്ലാം വെച്ച് നോക്കുമ്പോൾ ലൈക്ക് യുനോ നല്ലൊരു 2 വ്യക്തിത്വങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, അനീഷും ആയിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ അനീഷ് ഒരു ഇറിറ്റേറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് തോന്നുന്നു. നെവിനാണെങ്കിൽ എല്ലാം ഫണ്ണി തമാശയായിട്ടും, എന്നാൽ പോലും പറയേണ്ട സമയത്ത് പോയിന്റ് കറക്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു, എന്താ ആളിങ്ങനെ അനങ്ങാൻ നിൽക്കുന്നത്. പക്ഷെ പോയിന്റ് ആയിട്ട് നെവിൻ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. കീപ് ഗോയിങ്, നല്ല രീതിയിൽ തന്നെ പോട്ടെ. കാരണം ലൈക്ക് അങ്ങനെയാണ്, നെവിൻ ഇപ്പൊ പുറത്തു വന്നാൽ ശരിയാവില്ല. കാരണം ആ ഒരു ഗെയിമില് ഇപ്പോഴത്തെ ഒരു ഇതില് നെവിന്റെ ഇനിയും ഒരുപാട് നെവിന് ഒരുപാട് കണ്ടന്റ് അതിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റും. കാരണം ആള് സംസാരിക്കാൻ, ബാക്ക് ടു ബാക്ക് സംസാരിക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഫൺ എലമെന്റിലും ആള് ഓക്കെയാണ്. എല്ലാത്തിലും ഒരു ഓവറോൾ മസാല ആണ് നെവിൻ.